നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകുന്നില്ല. വേദനിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. എല്ലാ പ്രതിസന്ധികളും ദൈവത്തിങ്കിലേക്ക് നോക്കാനുള്ള അവസരങ്ങളായിട്ട് കാണട്ടെ. ദൈവത്തിങ്കിലേക്ക് നോക്കാതെ നമ്മിലേക്ക് തന്നെ തിരിയുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അത് നിഷ്ക്രിയത്വത്തിലേക്കും നിരാശയിലേക്കും നാശോന്മുഖതയിലേക്കുമാണ് നമ്മെ നയിക്കുന്നത്. ഒന്നാമതായിട്ട് നിഷ്ക്രിയത്വം. ജീവിതത്തിൽ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പം ഒന്നും ചെയ്യണ്ട എന്ന ഒരു ചിന്തയിലേക്ക് നിഷ്ക്രിയമായിരിക്കുവാനുള്ള ഒരു പ്രവണത ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമുക്കറിയാലോ, ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങി എന്ന് വിചാരിക്കുക, ആ സംരംഭത്തിൽ പരാജയപ്പെട്ടു എന്നും കൂടെ ഒന്ന് വിചാരിക്കുക. ആ പരാജയപ്പെടുന്ന അവസരങ്ങളിൽ നമ്മുടെ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ മക്കളോ ഒക്കെ സപ്പോർട്ട് തരികയാണ്. സാരമില്ല മനുഷ്യനെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റും, നിങ്ങളും തുടങ്ങ്, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമ്പം ഭയങ്കര വ്യത്യാസമാണ്. എന്നാൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നതെങ്കിലോ എന്താണ് സംഭവിക്കുക? പിന്നെ വലിയ ദുഃഖത്തിലൂടെ വേദനയിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ എന്ത് ചെയ്താലും അതൊന്നും ഗുണം പിടിക്കത്തില്ല, എല്ലാം വലിയ വേദനയിലൂടെ പരാജയത്തിലേക്ക് മാറുകയുള്ളൂ. നീ ഒരു തോൽവിയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ വീണ്ടും വീണ്ടും വേദന കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നിരാശയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് ജീവിതത്തിലെ തകർച്ചകളുണ്ടാകുമ്പോൾ ഒന്നാമതായിട്ട് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിഷ്ക്രിയത്വത്തിലേക്ക് പോയി കഴിയുമ്പോൾ സാവകാശം നിരാശയിലേക്ക് മനുഷ്യൻ വരികയാണ് ചെയ്യുന്നത്. നമുക്കൊക്കെ നമ്മളെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചൊക്കെ വലിയ പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഈ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ചില അവസരങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആകണമെന്ന് ഇല്ല. ഇനി പലപ്പോഴും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പോലും ആ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ഒക്കെ നിറക്കൂട്ടുകൾ പകരുവാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചില സമയത്ത് എത്രമാത്രം സഹായിച്ചാലും ചിലർക്കത് പറ്റത്തില്ല. കാരണം എന്താ? അവരുടെ മനസ്സിന് ഏൽപ്പിച്ച മുറിവ്, ആഘാതം അത് വലുതാണ്. നിരാശയിലേക്ക് പോവുകയാണ്. ദൈവത്തിൽ വിശ്വാസമുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. അഴിമേറിയ വിശ്വാസമുള്ള വ്യക്തികളാണെങ്കിൽ പിടിച്ചു നിൽക്കും. എന്നാൽ വിശ്വാസമുള്ള വ്യക്തികൾ, ആഴമേറിയ വിശ്വാസമുള്ള വ്യക്തികൾ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. ഇനി വിശ്വാസമുള്ള വ്യക്തികൾ, അവർ പോലും ചിലപ്പോൾ ഈ നിരാശയിലേക്ക് പോകാറുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും സ്നേഹത്തോടെ കൃത്യനിഷ്ഠയോടുകൂടെ ചെയ്യുകയാണ്, പക്ഷേ ദൈവം പോലും ഇതൊന്ന് കാണുന്നില്ലല്ലോ എന്ന ചിന്തയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ഇനി ചിലരൊക്കെ പറയാറുണ്ട്, എനിക്ക് പറ്റിയ ജീവിത പങ്കാളിയല്ല ലഭിച്ചത്. വലിയൊരു നിരാശയാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ജീവിതം ഇനി അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 മക്കളൊക്കെ ഉണ്ടായി. ജീവിത അവസാനം വരെ ചിന്ത ഇതാണ്, എനിക്ക് പറ്റിയ ജീവിത പങ്കാളി അല്ല, എനിക്ക് പറ്റിയ മക്കളല്ല, ഞാൻ ഈ കുടുംബത്തിലല്ലായിരുന്നു ജനിക്കേണ്ടിയിരുന്നത്, ഞാൻ ഈ കുടുംബത്തിലല്ലാതെ വേറെ ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിൽ എത്തുകയില്ലായിരുന്നു. അങ്ങനെ സ്വയം പഴിച്ച് നിരാശയിലൂടെ നീങ്ങുന്ന വ്യക്തികളുണ്ട്. സ്നേഹമുള്ളവരെ, ഓർക്കുക, ദൈവം നമുക്ക് നൽകിയ ജീവിതം, ആ ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് തന്നെ നമുക്കറിയാം. ദൈവം അതിന് കഴിവ് തന്നിട്ടുണ്ട്. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറന്നു തരും. ആ ഒരു വലിയൊരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ നിരാശയിലൂടെ പോകുമ്പോൾ, നിഷ്ക്രിയത്വത്തിലേക്കൂടെ കടന്നു പോകുമ്പോൾ നാശോന്മുഖമായ പ്രവൃത്തികളിലേക്ക് അവർ ഏർപ്പെടും. അവർ സ്വയം ഹത്യയിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ കൂടെയുള്ളവരെയും കൂടെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കും. മാധ്യമങ്ങളിലൂടെയൊക്കെ നാം അത് വായിച്ചു കേൾക്കാറുണ്ട്. വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ അവരെന്തു ചെയ്യും? ചിലർ മാതാവും പിതാവും തീരുമാനമെടുക്കുന്നു ആത്മഹത്യ ചെയ്യാം. അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഒഴിവാക്കാതെ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നാം വായിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നാശോന്മുഖമായ പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്ന വ്യക്തികൾ, അവർക്ക് പറ്റുന്നില്ല പിടിച്ചു നിൽക്കുവാനായിട്ട്. പുതിയൊരു പ്രതീക്ഷയൊന്നും ജീവിതത്തിന് കാണുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മൊളോക്കോ ദ്വീപിലെ അന്തേവാസികളെക്കുറിച്ച് പറഞ്ഞില്ലേ, അവരെ പോലെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട്
ആ ലഹരി വസ്തുക്കൾ നൽകുന്ന സന്തോഷം, നൈമിഷിക സുഖം, അതിലിങ്ങനെ അടിമപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവമാ നമുക്ക് ശക്തിയും ബലവും നൽകുന്നത്. നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ, മോശ ദൈവത്തിങ്കിലേക്ക് നോക്കി, വലിയ മാറ്റമുണ്ടായി. ദാവീദ് ദൈവത്തിങ്കിലേക്ക് നോക്കി, വലിയ മാറ്റമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശയിലേക്ക്, നാശോന്മുഖതയിലേക്ക് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവത്തിങ്കിലേക്ക് ഒന്ന് നോക്കുവാൻ സാധിച്ചാൽ, ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുവാൻ സാധിച്ചാൽ വലിയ മാറ്റങ്ങളാണ് പ്രിയപ്പെട്ടവരെ സംഭവിക്കുക.